അപ്പോൾ ഗോയ്സ് നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. മോഡ് ബസ് കർണാടക KSRTC എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ കാർസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബൈക്സ്, മാപ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാർ ചൂസ് ചെയ്തു. ഈ കാറാണ് ചൂസ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാനാണ്. എന്നിട്ട് അവിടെ ഡൗൺലോഡ് എന്താകും, ആ ഡൗൺലോഡിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ ഒരു ആഡ് വരും. ആ ആഡ് നമ്മൾ കാണണം, എന്നാൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആഡ് കണ്ടതിന് ശേഷം ഡൗൺലോഡ് പിടിച്ച് വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഡൗൺലോഡായി വരുന്നതാണ്. ഇന്നൊരു MB എന്നുണ്ടാവും. അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം, ഇത്രയും നെറ്റ് ഉണ്ടാവണം. ഓക്കെ, എന്നിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നേരെ ബസ് സിമുലേറ്റർ ഇൻ്റർനാഷണൽ എടുക്കാം. ഓക്കെ, എൻ്റെ അങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലോഡ് ആവണ വരെ നമുക്ക് കാത്തിരിക്കും. ഞാൻ ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു മോഡ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ നിൽക്കുക. എന്നിട്ട് ഇമ്പോർട്ട് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ ഇമ്പോർട്ട് നിൽക്കുക. അപ്പോൾ ഡിവൈസ് ഗാലറി എന്നൊരിതുണ്ടാവും. ആ ബട്ടണിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഫയലിലാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് അതിൽ നിങ്ങൾ കയറുക. ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്നത് ഡോക്യുമെൻറ്റ്സിലാണ്. ഞാൻ ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബസ്ഡ് എന്ന് കണ്ടു. അപ്പോൾ ബസ്ഡ് ഞാൻ നോക്കി മോഡ്സ്. അപ്പോൾ ഞാൻ മോഡ്സിൽ നോക്കി. അപ്പോൾ ഞാൻ ഇത്രയും ഇതാണ് ഈ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ എടുക്കാൻ ഇത്തിരി പാടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ താഴെ അത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് പൈസ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീ കൊടുക്കാം. അപ്പം ഞാൻ ഫ്രീ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ആഡ് കാണണം. ഫ്രീ ആണെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെ ആഡ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ലോഡിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കഴിഞ്ഞു. ഇത്രയും വണ്ടി, ഈ മിനി കൂപ്പർ തൊട്ട് ഇത്രയും താഴത്തേക്കുള്ള വണ്ടിയൊക്കെ ഞാൻ ഈ ആപ്പ് വെച്ചെടുത്തതാണ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി പേര് താഴെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഗ്യാരേജിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ നേരെ ഗ്യാരേജിലേക്ക് പോവാം. അപ്പോൾ അവിടെ 2 ഗ്യാരേജ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഗ്യാരേജിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ നമ്മൾ ഗ്യാരേജിലെത്തും. അപ്പോൾ ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ബസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ കയറുമ്പോൾ അങ്ങനെയല്ല കാണിക്കുന്നെങ്കിൽ നിങ്ങൾ വണ്ടി ഡൗൺലോഡ് ആക്കുക. ലിവറി എന്നുണ്ടാവും, അതും ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് നിങ്ങൾ ബസ് സിമുലേറ്ററിൽ നേരെ കയറിയാൽ മതി. അപ്പോൾ കിട്ടും. എൻ്റെ കൂട്ടുകാരനൊക്കെ അങ്ങനെയാണ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാനിപ്പോൾ ഈ കാണിച്ച രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്ലൂം.